ഫേസ്ബുക്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്തെടുക്കുന്നത്. നമ്മൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിപ്പോൾ നിലവിൽ നോർമൽ ഒരു അക്കൗണ്ട് ആണ്. ഇത് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓണിലല്ല ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും അടിഭാഗത്ത് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് ടേൺ ഓൺ ചെയ്ത് കൊടുത്താലായിരിക്കും നമുക്ക് അവിടെ പ്രൊഫഷണൽ മോഡ് ഓണിൽ ആയിട്ട് വരിക. എന്നാലോ നമ്മൾക്ക് ഏണിങ്സ് ഒക്കെ ഈ അക്കൗണ്ടിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു 5 പൈസ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യണം. നമുക്കിവിടെ നമ്മുടെ അക്കൗണ്ട് ലോക്കിലാവാൻ പാടില്ല. അതായത് ഇവിടെ ലോക്ക് പ്രൊഫൈൽ തന്നെ കാണണം. അൺലോക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ലോക്കിലായിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ അൺലോക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അവിടെ അൺലോക്ക് ആയിട്ട് വരുന്നതായിരിക്കും. നിലവിൽ ഇവിടെ ലോക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ലോക്കായി വരുന്നതായിരിക്കും. അപ്പൊ നിലവിൽ ഇവിടെ ലോക്ക് പ്രൊഫൈൽ തന്നെ കാണണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ. ഇവിടെ യൂസ് യുവർ പ്രൊഫൈൽ എക്സൈറ്റിംഗ് പ്രൊഫൈല് മോർ പീപ്പിൾ ക്യാൻ ഫോളോ യു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിറ്റ് ആണ് നമ്മളെ ആദ്യം തന്നെ നമുക്ക് കാണിച്ചിരുന്നത്. അൺലോക്ക് ആക്ഷൻ ഇൻസൈറ്റ് ഗെറ്റ് പെയ്ഡ് ഫോർ യുവർ കണ്ടന്റ് എനി വൺ ക്യാൻ ടാഗ് യു. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൽ ഫേസ്ബുക്ക് പറയുന്നത്. നമ്മളിവിടെ അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. ഹൂ ക്യാൻ സീ യുവർ പോസ്റ്റ്. ഇവിടെ നമ്മൾ പബ്ലിക്കിൽ തന്നെ ടിക്കറ്റ് കൊടുക്കണം. ഓക്കെ, പബ്ലിക്കിൽ ടിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റിലേക്ക് പോകേണ്ടത്. നെക്സ്റ്റ് പോവാം. നെക്സ്റ്റിൽ പോയതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ റീൽസും ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എന്തായാലും മൊത്തത്തിലുള്ള പബ്ലിക്, നമ്മൾ ഈ ഫേസ്ബുക്കിൽ എത്രത്തോളം പബ്ലിക് ഉണ്ടോ എല്ലാവരും കാണുന്ന തന്നെയായിരിക്കും. അത് എല്ലാവരും കാണുന്നില്ല, കാരണം നമ്മളെ റീച്ചിനനുസരിച്ചിട്ട് എല്ലാവരും മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ അലോ അതേഴ്സ് ടു ഷെയർ യുവർ പബ്ലിക് സ്റ്റോറീസ് ആൻഡ് റീൽസ് ടു ദെയർ സ്റ്റോറീസ്. നമ്മളുടെ സ്റ്റോറി ആയാലും എന്തായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഇതിൽ ഉണ്ട്. അത് ഓണിലാന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ അത് ഓഫിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴെ കാണുന്ന എഡിറ്റ് സെറ്റിംഗ്സ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് വേണമെങ്കിൽ ഓഫാക്കി വെക്കാം. നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് പോയിട്ട് ഇത് ഓഫാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അലോ അതേഴ്സ് ടു ഷെയർ യുവർ പബ്ലിക് സ്റ്റോറീസ് ടു ദെയർ ഓൺ സ്റ്റോറി. അതായത് നമുക്കത് ആ ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നേരെ ഇപ്പുറത്തേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളത് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. നിലവിൽ ഞാൻ അവിടെ ഓണിൽ തന്നെയാണുള്ളത്. അതുപോലെ തന്നെ അലോ അതേഴ്സ് ടു ഷെയർ യുവർ റീൽസ് ടു ദെയർ സ്റ്റോറീസ്, അതും നമുക്ക് ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ ഓഫാക്കി കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഇവിടെ ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം കൺഫേം കൊടുത്തു. കൺഫേം കൊടുത്തതിന് ശേഷം സെർച്ച് ഫോർ കാറ്റഗറി. നമ്മൾ ഈ പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റിനെ ബേസ് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതായത് മുന്നോട്ട് പോകാൻ പ്ലാനിങ് ഇടുന്നത്. അതായത് റീലായാലും വീഡിയോ ആയാലും ഏതെങ്കിലും ഒരു കൂടുതലും നമ്മൾ ഒരു കണ്ടന്റ് വെച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായാലും. അപ്പോൾ അത് ഏത് കണ്ടന്റ് ആണ് അത് നമ്മളിവിടെ ആ കാറ്റഗറി നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ പേഴ്സണൽ ബ്ലോഗ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പേഴ്സണൽ ബ്ലോഗ് ടിക്കറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മളവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഇന്റർഫേസിലായിരിക്കും പറഞ്ഞത് യു ആർ റെഡി ടു ഗെറ്റ് ഗോയിങ്. നൗ യു ഹാവ് ന്യൂ ടൂൾസ് ടു ഹെൽപ്പ് ഗ്രോ യുവർ പബ്ലിക് പ്രസൻസ് ആൻഡ് അച്ചീവ് യുവർ ഗോൾസ്. പുതിയ ഒരുപാട് ടൂളുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്ട്സ് നെക്സ്റ്റ്. ടേക്ക് എ ലുക്ക് അറ്റ് യുവർ കണ്ടന്റ് ലൈബ്രറി, സി ഇഫ് യു എലിജിബിൾ ടു ഏൺ, എക്സ്പ്ലോർ ട്രെൻഡിങ് ടോപ്പിക്. നമുക്ക് ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നിലവിൽ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു ടൂളാണ് പാർട്ട്ണർഷിപ്പ് ആഡ്സ്. ഇതൊക്കെ ലഭിക്കാനുള്ള ടൂൾ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തത് അത്ര അല്ല. ഓക്കെ, അതിനുശേഷം നമ്മൾക്ക് ഗോ ടു യുവർ ഡാഷ്ബോർഡ് ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. സ്റ്റാർട്ട് വിത്ത് ചാലഞ്ച്. ഫേസ്ബുക്കിന്റെ ചാലഞ്ചുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആവുന്നതായിരിക്കും. ഇനി അഥവാ ചാലഞ്ച് വേണ്ട, നമ്മളുടേതായ ഒരു കണ്ടന്റിലൂടെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോർ യുവർ ഓൺ അത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ
സ്കിപ്പ് അടിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കുറച്ച് റിഫ്രഷ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഡാഷ്ബോർഡ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഈ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം. പുതിയ ഇൻസൈറ്റ് ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഗ്രാഫ് വരണത്ര നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഓരോ ഡീറ്റെയിൽസും ഇവിടെ ഷെയർ ആവുന്നതായിരിക്കും. ഇവിടെ മോണിറ്റൈസേഷൻ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ചെയ്ത് വെക്കേണ്ടത്. ഇത് നിലവിൽ അറിയാത്തവർ ചെയ്ത് വെച്ചോളൂ. ഇത് ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമായിരിക്കും നമ്മൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.